കൊല്ലത്ത് CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണ ബോർഡിലേക്ക് അനധികൃതമായി വൈദ്യുതി എടുത്ത സംഭവത്തിൽ പിഴ അടക്കില്ലെന്ന് കോർപ്പറേഷൻ. യുവമോർച്ചയുടെ പരാതിയെ തുടർന്ന് KSEB വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് പിഴ ഈടാക്കി കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ചത്. എന്നാൽ തങ്ങളല്ല പിഴ അടക്കേണ്ടതെന്നും നിയമം ലംഘിച്ചവരെ കണ്ടുപിടിച്ച് പിഴ ഈടാക്കണമെന്നുമാണ് കോർപ്പറേഷന്റെ നിലപാട്. ചിന്നക്കടയിലെ ഹൈമാസ് ലൈറ്റിൽ നിന്നുമാണ് CPMന്റെ പ്രചാരണ ബോർഡിന് പ്രകാശം പകരാൻ നിയമം ലംഘിച്ച് വൈദ്യുതി എടുത്തത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടും നടപടിയെടുക്കാത്ത KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ യുവമോർച്ച പ്രവർത്തകർ ഉപരോധിച്ചിരുന്നു. തുടർന്നാണ് KSEB വിജിലൻസ് വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തിയതും കണക്ഷൻ വിച്ഛേദിച്ച് സീൽ ചെയ്തതും. സംഭവം കോർപ്പറേഷൻ പരിധിയിലായതിനാൽ കൺസ്യൂമർ നമ്പർ വെച്ച് ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം 3900 രൂപ പിഴയടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് KSEB നോട്ടീസ് നൽകി. 7 ദിവസത്തിനകം പിഴയടയ്ക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ പിഴയടക്കില്ലെന്ന നിലപാടിലാണ് കോർപ്പറേഷൻ. നിയമം ലംഘിച്ച് വൈദ്യുതി എടുത്തത് തങ്ങളല്ലെന്നും അത് ചെയ്തവരെ KSEB തന്നെ കണ്ടെത്തട്ടെ എന്നുമാണ് കോർപ്പറേഷൻ അധികൃതരും മേയറുമടക്കം പറയുന്നത്. നോട്ടീസ് അയച്ച് ദിവസം 4 കഴിഞ്ഞു. അനധികൃതമായി വൈദ്യുതി എടുത്തത് CPM പ്രവർത്തകരാണെന്ന് പകൽ പോലെ വ്യക്തം. KSEBയുടെയോ കോർപ്പറേഷന്റെയോ ഉദ്യോഗസ്ഥർ അറിയാതെ ഇക്കാര്യം നടക്കില്ലെന്നതാണ് യുവമോർച്ചയുടെ ആരോപണം. നഗരത്തിലെ സമാന സംഭവങ്ങൾ പരിശോധിക്കണമെന്നും ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ പ്രാഥമിക അന്വേഷണം നടത്തി കോർപ്പറേഷന് നോട്ടീസ് അയച്ചതല്ലാതെ മറ്റൊന്നും KSEBയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. കോർപ്പറേഷനിൽ നിന്നും പിഴ ഈടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത നടപടി എന്താണെന്നുള്ള ചോദ്യമാണ് ഇനി ബാക്കിയുള്ളത്. ജനം, കൊല്ലം.